മനസ്സാണല്ലോ എല്ലാറ്റിൻ്റെയും ബേസ്. അപ്പുവിനെ സംബന്ധിച്ച് ഈ ഒരു ട്രോമയിൽ നിൽക്കുന്നിടത്തോളം ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവണമെന്നില്ല. പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ആളുടെ ക്യാരക്ടറിലും അതിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം കൂടി അപ്പുവിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അപ്പുമായിട്ട് ഇങ്ങോട്ട് ട്രീറ്റ്മെന്റ് പതുക്കെ മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ട് ധൃതി കൂട്ടേണ്ട കാര്യമില്ലെന്നാ BP എനിക്ക് തോന്നുന്നത്. അതെ ഗീത, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ അപ്പു സ്വയം അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ മേ ബി അതിനൊരുപാട് സമയമെടുത്തേക്കും. ചിലപ്പോൾ 1-2 വർഷം തന്നെ. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്ന ഡോക്ടർ അരവിന്ദൻ പറയുന്നു. അതേസമയം ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ സ്വയം അതിൻ്റെ കാര്യങ്ങളിലേക്ക് സെറ്റായിക്കൊള്ളും. ഒരു സ്റ്റാർട്ട് കിട്ടുക വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി അപ്പുവിനെ ഫോഴ്സ് ചെയ്യണ്ടേ BP? അതല്ലേ പ്രശ്നം? അതെ അതെ, ഞാൻ കരുതിയത് മാളുവിൻ്റെ പ്രസൻസ് അപ്പുവിന് ഒരുപാട് ഗുണം ചെയ്തേക്കുന്ന. പക്ഷെ വിചാരിച്ചത്ര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ചിലപ്പം മാളു ഇങ്ങനെ ഒരു പ്രഷറിലായതുകൊണ്ടായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ പോയത്. ആതിരയുടെ കാര്യത്തിലുള്ള ഷോക്ക് മാത്രമല്ല അപ്പുവിന്റെ മനസ്സിനെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നത് BP. അതൊരു കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണെന്ന് അപ്പു ന്യായമായിട്ട് സംശയിക്കുന്നുണ്ട്. അതിന് അപ്പുവിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇന്ന് അതിനെപ്പറ്റി നന്ദനോട് ഷെയർ ചെയ്യാൻ അപ്പു പോയത്. എനിക്ക് തോന്നുന്നില്ല ഗീത അതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്ന്. ചിലപ്പോൾ ഫിലിപ്പോസ് അയാളുടെ വിടുവായത്വം കൊണ്ട് കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാനേ വഴിയുള്ളൂ. അങ്ങനെ അല്ല BP. അപ്പു അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാര്യങ്ങളുണ്ട്. ഇന്ന് അപ്പു അതേക്കുറിച്ച് എന്നോട് പറഞ്ഞു. മുരളി ആ കേസിനെ കുറിച്ച് അന്വേഷിച്ചത് BPയോട് പറഞ്ഞില്ലേ? അത് ഫിലിപ്പോസ് എങ്ങനെയോ അറിഞ്ഞു. അതിനുശേഷം ഫിലിപ്പോസ് മാളുവിന്റെ വീട്ടിൽ ചെന്ന് അശ്വതിയെയും ഇന്ദിരാമ്മയും മാളുവിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് മാളു അപ്പുവിനോട് പറഞ്ഞു. ഇനി ഇതിന്റെ പിന്നാലെ അന്വേഷണമായിട്ട് പോയ മുരളിയുടെയും ജോബിന്റെയും ജീവന് തന്നെ ഭീഷണിയാവുന്ന ലെവലിൽ അയാൾ സംസാരിച്ചത്. അതുകൂടെ കേട്ടപ്പോ അപ്പുവിന് ഉറപ്പായി. അപ്പൊ ഇതൊക്കെ നന്ദനോട് ഷെയർ ചെയ്തോ? ഉറപ്പാണോ തനിക്ക്? നിളയോട് പറഞ്ഞു. നിള സ്വാഭാവികമായിട്ടും ഇതൊക്കെ നന്ദനോട് പറഞ്ഞു കാണുമല്ലോ. അപ്പൊ ഇത് എന്ത് ഭാവിച്ച ഗീത? ഇനി ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും താൻ ഊഹിച്ചിട്ടുണ്ടോ? നന്ദന ഇതൊക്കെ അറിയുമ്പോൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? പ്രശ്നത്തിന് മേൽ പ്രശ്നത്തിലേക്കായിരിക്കും ഇനി പോകാൻ പോകുന്നു. പക്ഷേ ഒക്കെ അറിഞ്ഞിട്ടും ഇത് മറച്ചു വയ്ക്കുന്നതിലൊരു നീതികേടില്ലേ BP? എന്ത് നീതികേട്? ഇതൊക്കെ നന്ദനോട് ഷെയർ ചെയ്തുകൊണ്ടോ നന്ദൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ? ഗീത, അപ്പുവിനെ എങ്ങനെയെങ്കിലും ഇതിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ. എന്തോ അപ്പോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല BP. തയ്യാറാവണം, ആയേ പറ്റൂ. ഞാൻ അപ്പുവിനോട് സംസാരിച്ചോളാം. ഇതിന്റെ പേരിൽ ഒരു ഫോളോ അപ്പോ തുടർ അന്വേഷണമോ അതിലൊന്നും അപ്പു ഇൻവോൾവ് ആവാൻ പാടില്ല. നീ ഇന്ന് പാർലറിൽ പോയിരുന്നു അല്ലേ? അതെ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയായിരുന്നു? അതിലിങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ BP, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നമുക്ക് എന്നാ ഇനി ഡോക്ടറെ കാണാൻ പോണ്ട്? BPക്ക് ഇത് എന്തു പറ്റി? എന്നോട് വേറെന്തോ സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു? അല്ല അപ്പോ, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിൽ നിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ഡിലേ ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇനി ധൃതി കൂട്ടുന്നത്. BP, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ട്രീറ്റ്മെന്റ് തുടങ്ങാനും തുടരാനുമുള്ള എന്റെ തീരുമാനത്തെ ഒരു കാലത്ത് ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന ആളാ BP. പെട്ടെന്നെന്താ BPക്ക് ആ നിലപാടിലൊരു മാറ്റം വന്നേ? അതിന്റെ കാരണവും ഞാൻ പലതവണ നിന്നോട് പറഞ്ഞാണല്ലോ. അപ്പോ
എത്രയും പെട്ടെന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ അതേ ജെൻഡറിൽ നിന്നെ കാണണമെന്ന് ഇപ്പൊ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങുക. അതുകൊണ്ടാണ് ഈ ധൃതിന്ന് കൂട്ടിക്കോളൂ. അത് മാത്രമല്ല, ആതിരയ്ക്ക് സംഭവിച്ച ട്രാജഡിയുടെ ഷോക്കിൽ നിന്ന് നീ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിനെ വഴിമാറ്റിയെടുക്കാൻ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ഇപ്പോൾ? ഞാൻ സമ്മതിക്കുന്നു, ശരിയാ വി പി പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലികൾ കൂടിയുണ്ട്. അതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ചെയ്തു തീർക്കേണ്ട ജോലികൾ എന്ന് പറയുമ്പോൾ ആതിരയുടെ മരണത്തിന് പിന്നിൽ ആ ഫിലിപ്പോസിനുള്ള റോളിനെ കുറിച്ചാണോ നീ സംശയിക്കുന്നത്? അതെ, അതിനെക്കുറിച്ച് തന്നെയാ. അപ്പോ ഇനി എന്തിനാ അങ്ങനെ ഒരു ഹെഡേക്ക് എടുത്ത് വെക്കുന്നത്? അത് നിന്റെ വെറും ഒരു സംശയം മാത്രമാണ്. അതെന്റെ വെറൊരു സംശയം മാത്രമായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ആ സംശയത്തിന് പിന്നിൽ ചില സത്യങ്ങളും സാധ്യതകളും ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സംശയിക്കുന്ന പോലെ ആതിരയുടെ മരണം ഒരു പ്ലാൻഡ് മർഡർ ആണെങ്കിൽ അത് നടത്തിയ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാ എന്റെ ആഗ്രഹം. അപ്പോ പ്ലീസ് വിട്ടുകളാ, അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. സോറി വി പി, അതങ്ങനെ വെറുതെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നടന്നത് ഒരു കൊലപാതകമാണ്. മരണപ്പെട്ടത് ആതിര എന്നൊരു പെൺകുട്ടി മാത്രമല്ല, അവളൊരു സഹോദരിയാണ്. എന്റെ ലൈഫ് പാർട്ട്ണർ ആകേണ്ടിയിരുന്നവളാണ്. അപ്പോ അവളുടെ ആത്മാവിനോട് നീതി കാണിക്കേണ്ടത് എന്റെ നന്ദസാറിന്റെ ഒക്കെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഐ അഗ്രി. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഇനിയിപ്പോ നീ സംശയിക്കുന്ന പോലെ ഫിലിപ്പോസിന് ഇതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടം? ഫിലിപ്പോസ് ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ നഷ്ടം നികത്താനാവോ? തിരിച്ചു കിട്ടുമോ ആതിരയെ? നിനക്കോ നന്ദനോ ആർക്കെങ്കിലും? വി പി ഇത്രയും ബാലിശമായി ചിന്തിക്കരുത്. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞല്ലോ ഈ നാട്ടിലെ ഓരോ കൊലപാതകങ്ങളും തെളിയിക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് തലവേദനയല്ല, ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്തിരിക്കും. വി പി, ദയവ് ചെയ്ത് എന്നെ നിരുത്സാഹപ്പെടുത്താനോ തടയാനോ നോക്കരുത്. അപ്പോൾ ഞാൻ പറയുന്നൊന്ന് മനസ്സിലായി. സോറി വി പി, ഇക്കാര്യത്തിൽ ഇനിയൊരു ഡിസ്കഷൻ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറെ കാണാൻ സമയമാകുമ്പോ ഞാൻ തന്നെ വി പിയോട് പറയാം. ഇപ്പോ പ്ലീസ് ലിവ് മീ അലോൺ. എനിക്കൊന്ന് തനിച്ചിരിക്കണം പ്ലീസ്. സമയം എന്നായി ഡേസമോ? 10 അമ്മച്ചിക്ക് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നു. ഓ, ജോക്കുട്ടന് ഇതേവരെ വന്നില്ലല്ലോ. അവൻ വരാതെ എങ്ങനെയാ ഉറങ്ങുന്നേ? സാരമില്ല, ഞാനുണ്ടല്ലോ. അമ്മച്ചി കിടന്നു. വേണ്ട, ഏതായാലും ഇത്രയും നേരം ഇരുന്നില്ലയോ, ഇനി അവൻ വരട്ടെ. അവൻ എന്താ ഇത്ര താമസിക്കുന്നേ? ചിലപ്പോ സ്പെഷ്യൽ ഡ്യൂട്ടി വല്ലതും കാണുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടേല് അവൻ വിളിച്ചു പറയലായിരുന്നോ? ഇതിനി അവനോട് പിണങ്ങിയതിലുള്ള മനോവിഷമം കൊണ്ട് വീട്ടിൽ കയറാൻ അവന് തോന്നുന്നില്ലായിരിക്കും. എന്റെ ഡേസമ്മേ, നീ എന്നാത്തിന് അവനോട് ഇങ്ങനെ പിണങ്ങിയും മുഖം മുറിപ്പിച്ച് നടക്കുന്നേ? അവനൊന്നും ചെയ്തിട്ടല്ലല്ലോ ആ പെങ്കൊച്ച് ഇവിടുന്ന് പിണങ്ങിപ്പോയേ. എന്ന് അമ്മച്ചിയോട് ആര് പറഞ്ഞു? ഒരു കാരണവും ഇല്ലാതെ നിൽക്കുന്ന നിൽപ്പിൽ പിണങ്ങി ഇറങ്ങാൻ മാളു സ്ഥിരബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. അല്ല, ഇനിയിപ്പോ കുഴപ്പം ജോക്കുട്ടന്റെ കയ്യിലാണേലും അത് സമാധാനത്തോടെ സാവകാശത്തോടെയും വേണം പറഞ്ഞു തിരുത്താൻ. അല്ലാതെ നീ ചെയ്യുന്നത് പോലെ പിണങ്ങി മുഖമുറിപ്പിച്ച് നടന്നിട്ട് എന്നാ പ്രയോജനമാ? കെട്ടിയോനും പെണ്ണും പിണങ്ങി പിരിഞ്ഞ പോലെ ഇനി അമ്മച്ചിയും മോനും കൂടെ അതിനുള്ള വഴി നോക്കുവാണോ? അങ്ങനെയാണ് ദൈവം തമ്പുരാൻ വിധിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മച്ചി. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ടേലും ഇല്ലേലും ഞാനൊരു കാര്യം പറയാം. സ്നേഹത്തോടു കൂടി വേണം അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. അല്ലാതെ വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞാല് അവനും വാശി കൂടത്തേ ഉള്ളൂ.
സ്നേഹത്തോടെ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തവർക്ക് ഇങ്ങനത്തെ രീതി തന്നെയാ നല്ലത്. ഓ എന്റെ കർത്താവേ, അവനീ എത്തിയല്ലോ. ഭക്ഷണം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അവനോട് പറഞ്ഞാ മതി. നിനക്കെന്താ അവനോട് പറഞ്ഞ? അമ്മച്ചി അങ്ങ് പറഞ്ഞാ മതി. ജോക്കുട്ടാ, എന്നതാടാ നീ താമസിച്ചേ? താമസിച്ചു. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചേ? നേരത്തെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ വല്ലതും കഴിച്ചായിരുന്നോ? പോയി വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താടാ വേണ്ടാത്തത്? പുറത്തുനിന്ന് വല്ലതും കഴിച്ചോ? എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഹോ, എന്നാ മാറ്റപാടി നിന്റെ മോന്? ഇത്രയും വാശിയില് ഞാൻ അവനെ ഇന്ന് വരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി അതങ്ങ് ശീലമായിക്കോളും. ഡേസമ്മ, നീ ഇങ്ങനെ പിടിച്ചിട മുറുക്കി നിന്നാലേ കാര്യങ്ങൾ കുറെ കൂടെ വഷളാകത്തേ ഉള്ളൂ. നീ ചെന്ന് അനുനയത്തിൽ വിളിച്ചാല് അവൻ വരും, ആഹാരവും കഴിക്കും. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും മാറും. ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ പിണക്കം, അത് ഞാൻ പറഞ്ഞ കാര്യം അവൻ ഗൗരവമായി ആലോചിക്കാത്തിടത്തോളം കാലം ആ പിണക്കം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മച്ചി പോയി കിടക്കാൻ നോക്ക്. ഇത് പടർന്ന് പടർന്ന് വലുതാക്കാൻ നോക്കല്ലേ, പറഞ്ഞേക്കാം. ഹലോ ഡിയോ, വീടെത്തിയോ? എത്തി. ഇപ്പൊ വന്നു കയറിയുള്ളൂ. എന്താ താൻ വിളിച്ചത്? ഏയ്, ജസ്റ്റ് വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്ത് അപ്ഡേറ്റ്സ്? ടീച്ചറിന്റെ വാശി ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അവരവരുടെ വാശിയിലും ഈഗോയിലും ഉറച്ചു നിൽക്കുന്നു. സുഖം, സ്വസ്ഥം. സത്യം പറയല്ലോ ജോബൻ, ഇതൊക്കെ ഇങ്ങനെയായി തീരാൻ ഒരു പരിധി വരെയെങ്കിലും ഞാനാണല്ലോ കാരണക്കാരി എന്ന് ആലോചിക്കുമ്പോ ഐ ഫീൽ ഗിൽറ്റി. ഏയ്, അങ്ങനെ കുറ്റബോധവും പശ്ചാത്താപമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞാനിതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ജോബൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ മാളവികയെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാലോ? നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കതിലൊട്ടും താല്പര്യമില്ല റീന. എന്താ അമ്മച്ചി, എന്താ അവിടെ തന്നെ നിന്ന് പരിങ്ങുന്നേ? ഏയ്, ഒന്നുമില്ല. അലീന, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. അമ്മച്ചി എന്തിനാ വന്നേ? ഓ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നേ. ആരായിരുന്നു ജോക്കുട്ട ഫോണില്? മാളുവായിരുന്നോ? ഏയ് അല്ല. പിന്നെ മറ്റേ കുട്ടിയായിരുന്നോ? മറ്റേ കുട്ടിയോ? ആരുടെ കാര്യമാ അമ്മച്ചി പറയുന്നേ? ഓ, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. എടാ മോനെ, നിന്റെ വേലയൊന്നും ത്രേസ്യാമ്മച്ചിയുടെ അടുത്ത് എടുക്കല്ലേ. നമ്മുടെ ഡോക്ടർ വെച്ചാണോ നിന്നെ ഇപ്പൊ ഫോണിൽ വിളിച്ചെന്നാ ചോദിച്ചേ. ഏയ്, ഇതവരൊന്നും അല്ല. ഉരുളല്ലേ ഉരുളല്ലേ, നിന്റെ ഈ മുഖം കണ്ടാലും പറയും വിളിച്ചത് അവരല്ലെന്ന്. എടാ കൊച്ചേ, അല്ലേലും തീയില്ലാണ്ട് പുക ഉണ്ടാകത്തില്ല മക്കളെ. അമ്മച്ചി ഒന്ന് പോയേ, ഇവിടെ തീയും പുകയൊന്നുമില്ല. പോയേ. ഞാൻ പോയേക്കാം. ഒടുക്കം പുകഞ്ഞു ആളിപ്പിടിക്കാതെ നോക്കിയാ മതി. ആക്സിഡന്റിന് ലഭ്യമായ എല്ലാ CCTV ദൃശ്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. നന്ദൻ പറഞ്ഞതുപോലെ ഒരു ബോധപൂർവമായ വേഗത കൂടുതലും റോങ് സൈഡ് ടേണും ഡ്രൈവറുടെ നീക്കത്തിൽ സംശയിക്കാം. മാത്രമല്ല, എയർപോർട്ട് റോഡിലെ ഗോഡൌണിൽ നിന്ന് ബൈപ്പാസ് റോഡിൽ ഈ ആക്സിഡന്റ് നടന്ന സ്പോട്ടിലേക്കുള്ള വെഹിക്കിളിന്റെ ട്രാവലിംഗ് അതുവരെ വളരെ സ്ലോയിലും പലയിടത്ത് വെയിറ്റ് ചെയ്തിട്ടുമായിരുന്നു. ഇതൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വെയിറ്റ് ചെയ്തിട്ടാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ലോറിയുടെ നമ്പർ ട്രേസ് ചെയ്ത് ഓണറിനെ ഐഡന്റിഫൈ ചെയ്യാലോ? അതൊക്കെ ചെയ്തു കഴിഞ്ഞു.
വാൽപ്പാറ സ്വദേശി വിനായകനാണ് ഡ്രൈവർ. അയാൾക്ക് അല്പസ്വല്പം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് RC ഓണർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കണം ഹരിദാസ്. അന്വേഷണം RC ഓണറിലേക്ക് ചെന്ന സ്ഥിതിക്ക് അയാൾ ചിലപ്പോ ഈ ടൗണിൽ നിന്ന് കടന്നു കളയാൻ തന്നെ സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുന്നത്. അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തില്ലേ? ഫോൺ കഴിഞ്ഞ 24 മണിക്കൂറായി സ്വിച്ച് ഓഫാ. പക്ഷെ അതിന്റെ കോൾ ഹിസ്റ്ററി എടുക്കാൻ സൈബർ സെല്ല് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുവരെ ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നന്ദൻ സംശയിക്കുന്നത് പോലെ ഇതൊരു പ്ലാൻഡ് മർഡർ ആകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഹരിദാസ്, എങ്കിൽ ആ ഫിലിപ്പോസിനെ രഹസ്യമായി ഫോളോ ചെയ്യാനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്യണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അയാൾക്ക് കിട്ടിയ അയാൾ ചിലപ്പോ ഒളിവിൽ പോകാനുള്ള സാധ്യത കൂടുതലാ. അങ്ങനെ ഒരു പേടി വേണ്ട. ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായും ഓഫ് റെക്കോർഡാ. ഞാനും എന്റെ വിശ്വസ്തരായ ടീം മെമ്പേഴ്സും മാത്രമാ ഇപ്പൊ ഈ അന്വേഷണത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ആ ടിപ്പറിന്റെ ഡ്രൈവർ നമ്മുടെ കസ്റ്റഡിയിലാകുന്ന നിമിഷം മുതൽ ഫിലിപ്പോസ് നിരീക്ഷണത്തിലായിരിക്കും. തോമസ്, എന്തായി? കണിയാപുരത്ത് ലോഡ്ജിലോ? ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് വെക്കോ. മൂവ്മെന്റ് രഹസ്യമായിരിക്കണം. ഓക്കെ, കൺഫേം ചെയ്ത് വിളിക്കേ. ഓക്കെ. ആ ഡ്രൈവർ കണിയാപുരത്തൊരു ലോഡ്ജിലുണ്ടെന്ന് ഇൻഫർമേഷൻ. അത് അവൻ തന്നെ എന്ന് ഉറപ്പായ പിന്നെ ഫിലിപ്പോസിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നർത്ഥം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ ഹരിദാസ്, വിളിച്ചാൽ മതി. ഓക്കെ. എന്നാലും നന്ദൻ സാറിനോട് ഇത്രയും നേരത്തെ ഇതൊക്കെ പറയണമായിരുന്നു. അപ്പോ സാറ് ടോട്ടലി ഒന്ന് റിക്കവർ ആയിട്ട് അറിയിച്ചാൽ മതിയായിരുന്നു. ആദ്യം ഞാനും അങ്ങനെയാ കരുതിയത്. പറയണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചു. പക്ഷേ ഇനിയും സാർ അത് അറിയാതിരുന്ന ഫിലിപ്പോസിനെ രക്ഷപ്പെടാൻ അതൊരവസരവും. അതിനിട കൊടുക്കാതെ ലീഗൽ സൈഡിൽ മൂവ് ചെയ്യാൻ പറ്റിയ അതൊരു നല്ല കാര്യമാവുമല്ലോ എന്ന് കരുതിയ ഒടുവിൽ സാറിനെ അല്ല ഇന്ന് ഞാൻ അറിയിക്കാൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല മാളു, ഇപ്പോഴത്തെ അവസ്ഥയിൽ സാർ ഒന്നിനും താല്പര്യമില്ലാതെ വല്ലാത്തൊരു ഡിപ്രസ് സ്റ്റേജിലാണ്. ആതിരയുടെ മരണത്തിന് പിന്നിൽ ഇങ്ങനൊരു ദുരൂഹതയുണ്ടെന്ന് അറിയുമ്പോൾ അതെന്താണെന്ന് അറിയാനും അന്വേഷിക്കാനും അങ്ങനെ ഒരു ക്രൈമിന് സാധ്യതയുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും സാറിന് ജീവിതത്തോടൊരു വാശി തോന്നുമല്ലോ. അതും കൂടി മനസ്സിൽ കണ്ട ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്തേ. അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് തോന്നുന്നേ. സാർ അപ്പം തന്നെ CAയോട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴുള്ള നന്ദൻ സാറിനെ ആയിരുന്നില്ല തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത്. ഫിസിക്കലി ആൻഡ് മെന്റലി പെട്ടെന്നൊരു റിക്കവറിക്ക് സാർ സ്വയം പ്രിപ്പയർഡ് ആവുന്ന പോലെ തോന്നി. അത് ശരിയാ. പക്ഷേ ഇതൊക്കെ ഫിലിപ്പോസിന്റെ കാതിലെത്തിയ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളെ സാറിന് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ സാർ എടുക്കാതിരിക്കില്ല. എന്തായാലും നമ്മളിതിന് പിന്നാലെ മെനക്കെട്ടിറങ്ങി. ഇനിയൊരു തീരുമാനം അറിഞ്ഞിട്ടേ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുന്നുള്ളൂ. നമ്മളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ നന്ദൻ സാറിനെയും കാര്യം. നിനക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് സത്യത്തില് നിന്റെ ഒപ്പം നിൽക്കണമെന്നുണ്ട്. അപ്പോ പക്ഷെ അറിയാലോ, എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വിശേഷിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയതുകൊണ്ട് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിപ്പോ. എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയെന്ന് തോന്നാൻ മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ ഇപ്പോ. ഫാമിലി ലൈഫിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളൊക്കെ പതിവുള്ളതല്ലേ മാളു. നീ അതിനെ അത്ര സീരിയസ് ആയി എടുക്കണ്ട. പക്ഷെ അത്ര സില്ലിയായിട്ട് എടുക്കാനും തോന്നില്ല. അപ്പോ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ആ വീട്ടിലും ഡോക്ടറിന്റെ മനസ്സിലൊക്കെ ഒരധികപ്പറ്റായിരുന്നു എന്ന് തോന്നി തുടങ്ങും. നീ എന്തൊക്കെ വിട്ടിത്തോ പെണ്ണെ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ആർക്കും അവിടെ തോന്നിയിട്ടുണ്ടാവില്ല. ഡോക്ടറെയും ഡേയ്സിന്റെയും കുറിച്ചൊക്കെ നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്?
ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പാവൻ ഡെയ്സി ആന്റി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആന്റിയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. അതെന്താ ആന്റിയുടെ കാര്യം മാത്രം നീ ആലോചിക്കുന്നത്? ഡോക്ടർ നിന്റെ ആരുമല്ലേ?